നിമിഷം അവനുമായി കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അവിടുത്തെ സാന്നിധ്യത്തിലാണ് നമ്മൾ എന്ന ബോധത്തോടു കൂടി ആരാധനയിലേക്ക് കടന്നു വരാം. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ. ഓരോ മക്കളും തീർത്ഥാടകരായും ഓൺലൈനിലും അനേക ഹൃദയഭാരങ്ങളോടുകൂടി അങ്ങയുടെ തിരുസന്നിധിയിൽ ശരണം ഗമിച്ചിരിക്കുന്ന അമ്മേ, പരിശുദ്ധമേ, ദൈവമാതാവേ, ഓരോ ദിവസവും ഓരോ നിമിഷവും ലോകത്തിലെ എല്ലാ വ്യക്തികളെയും കൃപാസനം മാതാവിനെ വിളിച്ചപേക്ഷിക്കുന്ന യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾക്കും അനുഭവവേദ്യമാകുന്നത് പോലെ ഈ പ്രഭാതത്തിലും ഈ ദിവസത്തിലും ദൈവത്തിൻ്റെ സാന്നിധ്യം മനുഷ്യരുടെ കൂടെ എന്ന് സുവിശേഷം നൽകുന്ന വെളിപാടിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ കഥനങ്ങളിലും കണ്ണുനീരിലും കർത്താവിൻ്റെ ആശ്വാസത്തിൻ്റെ കൈമുരൽ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യഭാത്ത തുറക്കപ്പെടട്ടെ എന്ന് കൽപ്പിച്ചുകൊണ്ട് ചുവടിൻ്റെ ചെവി തുറന്ന കർത്താവെ, ലാസറസ് പുറത്തു വരിക എന്നളി ചെയ്തുകൊണ്ട് മരിച്ചുപോയവൻ്റെ ശവമാടത്തെ തുറന്ന കർത്താവെ, അങ്ങയുടെ മക്കൾക്ക് അനുഗ്രഹത്തിന്റെ വാതിൽ തുറക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രദ്ധിക്കേണ്ട. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, ദിവ്യകാരുണ്യമേ, ഈശോ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടതിൻ്റെയും തിരുവിലാവിൽ മുറിവേറ്റതിൻ്റെയും നീ ഏറ്റുവാങ്ങിച്ച പരിഹാരപൂർണമായ തിരുമരണത്തിൻ്റെയും മഹത്വപൂർണമായ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സ്വർഗത്തിൻ്റെ അവശേഷിപ്പായ ദിവ്യകാരുണ്യത്തിൻ്റെ തിരുസന്നിധിയിൽ ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധി നിന്നുകൊണ്ട് നിന്റെ നാഥനും രക്ഷകനും ഏറ്റുപറഞ്ഞുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, കർത്താവേ, ഗുരുതരമായ രോഗങ്ങള് ഇനി എൻ്റെ ജീവിതം തീർന്ന് ഞാനിൽ നിന്ന് സുഖപ്പെട്ടാൽ പോലും എനിക്ക് ജോലിയെടുത്ത് ജീവിക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിൽ ഓരോ ദിവസവും ഓരോ വിപത്തിനെ ഓർത്ത് സങ്കടപ്പെടുന്നവരെ ഈ പ്രഭാതത്തിലെ കാനായിലെ കല്യാണ വിരുന്നിലെ അങ്ങയോട് മധ്യസ്ഥം യാചിക്കാൻ ദൈവം കൽപ്പിച്ചു നൽകിയ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഞങ്ങളെല്ലാ രോഗികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ രോഗികളുടെ മേലും നിന്റെ വലിയ തിരുമുറുവാർന്ന വലതുകരം അനുഗ്രഹത്തിൻ്റെ വലിയ ശക്തി നിന്നിലേക്ക് ആവസിക്കുകയും യേശുക്രിസ്തു നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മറിയത്തിൻ്റെ മധ്യസ്ഥ ജ്വലിക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിലാണ് ഓരോ ആരാധനയിലും നമുക്ക് അനുഭവങ്ങൾ ലഭിക്കുന്നത്. പരിശുദ്ധാത്മാവിൽ ആരാധിക്കുവാനും ആത്മാവിൻ്റെ അഭിഷേകത്തിന് അയോഗ്യതയുണ്ടെങ്കിൽ അത് ഓർത്തുകൊണ്ട് അനുതാപത്തോടെ ദാവീദിനെപ്പോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് ഞങ്ങളെ തള്ളിക്കളയരുതേ, അങ്ങയുടെ പരിപാലനയെ ഞങ്ങൾ എടുത്തു കളയരുതേ,
അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ആരാധനാ സമൂഹത്തെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 അറിഞ്ഞ് ആരാധിക്കാനുള്ള വലിയ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനുതാപമില്ലാത്തവർക്ക് അഭിഷേകമില്ല എന്നുള്ളതാണ് ആരാധനയുടെ അടിസ്ഥാന പ്രമാണം. അനുതാപമില്ലാത്തവർക്ക് അഭിഷേകമില്ല എന്നുള്ളതാണ് ആരാധനയുടെ അടിസ്ഥാന പ്രമാണം. അതുപോലെ തന്നെ ഒരു പ്രമാണമാണ് ദൈവത്തെ സ്നേഹിക്കാത്തവർക്ക് ആരാധിച്ചതൊക്കത്തില്ല. കർത്താവേ, ഈ പ്രഭാതത്തിലെ ഓരോ പ്രഭാതത്തിലും അങ്ങയുടെ ദൈവസ്നേഹം ഞങ്ങളിൽ പുതിയ അഭിഷേകം നൽകുന്നത് പോലെ ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കളിലും ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരുടെ മേലും ദൈവസ്നേഹത്തിൻ്റെ അരൂപിയെ ആരാധനയ്ക്കൊതുക്കിയ ആരാധനയ്ക്ക് പോന്ന ദൈവസ്നേഹത്തിൻ്റെ അരൂപിയാൽ ഞങ്ങളെ അഭിഷേകം ചെയ്തുകൊണ്ട് ആരാധിക്കുവാൻ യോഗ്യമാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 സ്തുതിയെ ആരാധിക്കാൻ വിശേഷമായ ഹൃദയം എൻ്റെ പ്രിയമുള്ളവരെ, ഇന്നലെ 16 കോടിയോളം കടമുള്ള ഒരു മകനെ അൾത്താരയിലെ പ്രാർത്ഥനയിൽ കണ്ടുമുട്ടി. ഇതുപോലെ വളരെ ഗ്രീവിയസ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ഇന്നലെ പ്രാർത്ഥിക്കാവുന്ന ഭർത്താവ് 7-8 പ്രാവശ്യം വെടിവെച്ച ഒരു ഭാര്യയെ അവളുടെ ഹൃദയത്തിലും നാക്കിലുമൊക്കെ വെടിയുണ്ട ചീറിപ്പോയി പാഞ്ഞതിൻ്റെ ഒരു പ്രത്യേക ഒരു ജീവിയായി നിൽക്കുന്ന അങ്ങനെയുള്ളവരൊക്കെയാണ് അൾത്താരയിൽ വരണത്. എന്നാൽ അലക്സച്ചനാണ് അവരെ അഭിസംബോധന ധ്യാനത്തിൻ്റെ സമയം കഴിഞ്ഞായിരുന്നു. അപ്പം ഇതുമാത്രം മനുഷ്യരാണ് കൃപാസന അൾത്താരയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിലെ, അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈശോയിലെ അഭയം പ്രാപിക്കുന്നത്. അവസാനത്തെ അറ്റകൈ പോലെയാണ് മനുഷ്യർ വരണത്. അങ്ങനെ അറ്റകൈ അവസാനത്തെ അഭയകേന്ദ്രം എന്ന രീതിയിൽ വന്നിട്ടുള്ള അനേകം മക്കൾ, വന്നു പോയിട്ടുള്ളവർ, ഇപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ, അവരുടെ മേലെല്ലാം സ്വർഗം തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കെട്ടുകൾ അഴിയപ്പെടുകയും അവർ സൗഖ്യം പ്രാപിക്കുകയും ദൈവത്തിൻ്റെ ശക്തി, മാതാവിൻ്റെ മധ്യസ്ഥ അനുഭവിക്കാൻ ഇടയാക്കി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രുതികട ഹല്ലേലൂയ 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 വേറെ ഒരു സങ്കടക്കാരനെ അൾത്താരയിൽ ഈ കഴിഞ്ഞ ശനിയാഴ്ച കണ്ടെത്തിയത് നമ്മുടെ യമനിലെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്ന നിമിഷപ്രിയയുടെ ഭർത്താവ് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അദ്ദേഹം എന്നെ വന്ന് പറഞ്ഞപ്പോൾ ബ്ലഡ് മണി കൊടുത്തിട്ട് യമൻ സർക്കാർ സ്വീകരിക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. അവരതിൽ നിന്ന് റിലീവ്ഡ് ആകാനുള്ള പണം കെട്ടിവെച്ചത്, അത് 8 കോടിയോ മറ്റോ എന്തുകൊണ്ടാണ് കെട്ടിവെച്ചിട്ട് പോലും അതിനുള്ള സംവിധാനം ഒരുക്കിയിട്ട് പോലും യമൻ സർക്കാർ അത് സ്വീകരിക്കണില്ല എന്നാണ്. അതാണ് പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഈ ആഴ്ചത്തെ ഒരുപക്ഷെ ഏറ്റവും വലിയ നിയോഗം എന്ന് പറയുന്നത്.
അങ്ങനെയുള്ള കടുത്ത നിയോഗങ്ങളിലെല്ലാം ഈ ആഴ്ചയിൽ തീരുമാനമുണ്ടാകാൻ വേണ്ടി ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 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 മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ. 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 മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ. 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 മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ. 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 ഒരുമിച്ച് എല്ലാവരും ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, ശരിക്കും നമ്മൾ ആരാധനയ്ക്ക് വരുമ്പോൾ ഉടമ്പടിയോടുകൂടി നമ്മുടെ ആരാധനാ ജീവിതം തന്നെ അങ്ങോട്ട് മാറ്റിമറിക്കപ്പെടുകയാണ് ചെയ്യണത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തലവരപ്പറമ്പിൽ നിന്ന് ജെയ്മി എന്നും പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞു. അവർ ലേണഡ് വുമണാണ്. അവരുടെ സാക്ഷ്യങ്ങൾ വളരെ ചിട്ടയായിട്ടും അഭിഷേകസ്നിഗ്ധമായിട്ടാണ് പറയണത്. അപ്പോൾ അവർ പറഞ്ഞത്, ഞാൻ പണ്ട് കുർബാന അർപ്പിച്ചതുപോലെ അല്ല ഇപ്പോൾ കുർബാന അർപ്പിക്കുന്നത്. കാര്യം എന്താണ്? ഉടമ്പടിയിലായി കഴിഞ്ഞപ്പോൾ അവർക്ക് ദൈവമായിട്ട് ഒരു ബന്ധത്തിലായി, സുനിശ്ചിതമായ കൃത്യമായ തുളുമ്പാത്ത ഒരു ബന്ധമായി. അപ്പോഴെന്താ മനുഷ്യരുണ്ടാകുന്നത്? മനുഷ്യർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും. ആ സഹോദരിയുടെ സാക്ഷ്യം കേട്ടപ്പോഴേക്കും മനസ്സിലായത് ഉടമ്പടി എങ്ങനെയാണ് ഒരു മനുഷ്യനെ ഇങ്ങനെ ചേഞ്ച് ചെയ്യണം എന്നൊക്കെ മനസ്സിലായത്. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു വിഷമമെന്ന് പറയണത്, എല്ലാവർക്കും ഇത് സാധിക്കും, പക്ഷെ ചിലർ ആ വിഷയത്തിൽ മാത്രമാണ് അടിസ്ഥാനപ്പെടുന്നത്. ഉടമ്പടിക്ക് രണ്ട് അനുഭവ തലങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് വിഷയത്തിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും. നമ്മൾ ഉടമ്പടി നിയോഗം വെച്ചിരിക്കുന്ന വിഷയങ്ങളെ മാത്രം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതിൻ്റെ ഗ്രോത്തുകളെ, അത് നടക്കണുണ്ടോ, എന്തുമാത്രം സ്ലോയാണ് സ്പീഡാണെന്നൊക്കെ പരിശോധിച്ചുകൊണ്ട് ആ നിയോഗങ്ങളെ നിബദ്ധമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ വരുന്നൊരു വിഷയം നമ്മുടെ വിഷയബന്ധിയായിട്ട് മാറും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ദൈവവും നമ്മളുമായിട്ടുള്ള ബന്ധം ഒരു ഡ്രൈ റിലേഷനായി പോകും. ദൈവം നമ്മളുമായിട്ടുള്ള ഒരു ബയോളജിക്കൽ റിലേഷനുണ്ട്. എന്നുവെച്ചാൽ വളരെ ജൈവപരമായ ഒരു ബന്ധം. അത് വന്നാൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല ഈ സംഭവം പോകാൻ പോണത്. എനിക്കിപ്പോഴും മനസ്സിലാക്കുന്ന ഉടമ്പടിയുടെ ഒരു 10% സാധ്യതകൾ മാത്രമേ ഇപ്പോഴും സാക്ഷ്യം പറഞ്ഞ് ആൾക്കാർക്ക് അനുഭവിക്കാൻ ഇടയായിട്ടുള്ളതെന്നുള്ളതാണ്. ഉടമ്പടിയുടെ ഒരു 10% സാധ്യതകൾ മാത്രമേ മനുഷ്യൻ ഇപ്പോഴും സാച്ചുറേറ്റ് ചെയ്തിട്ടുള്ളത്, സാക്ഷാത്കരിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഇതിൻ്റെ കാരണം, ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തികളുടെ ആത്മീയ നിലവാരം അനുസരിച്ച് കൊണ്ടാണ് ഈ ഉടമ്പടിയുടെ ദൈവാനുഭവ സാധ്യത എന്ന് പറയുന്നത്. അപ്പോൾ ആരെങ്കിലും തുനിഞ്ഞു കെട്ടി എൻ്റെ വിഷയത്തെക്കാൾ വലുത് എനിക്കെൻ്റെ ദൈവമാണെന്ന് ചിന്തിച്ചാൽ 50% പ്രീമിയമായിട്ടാണ് ഈ സാധനം ഡെവലപ്പ് ചെയ്ത് വരുന്നത്. എൻ്റെ വിഷയത്തെക്കാൾ വലുത് എനിക്കെൻ്റെ ദൈവമാണ് എന്ന് പറഞ്ഞു നോക്കിയേ. എൻ്റെ വിഷയത്തെക്കാൾ വലുത് എനിക്ക് എൻ്റെ ദൈവമാണ്. ദൈവമാണ് എൻ്റെ വിഷയം, ദൈവമാണ് എൻ്റെ വിഷയം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അച്ഛൻ പറഞ്ഞു തരുന്നതുകൊണ്ടല്ല, ആന്തരികമായിട്ടൊരു അഭിഷേക വിധി പ്രകാരം ബോധ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ചേഞ്ച് വരും. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഒരു വൈദികൻ്റെ ടോക്ക് കേട്ട്, അങ്ങനെ സ്വാഭാവികമായിട്ട് റീൽസൊക്കെ നോക്കുമ്പോൾ കാണുന്നതാണ്. അപ്പോൾ വൈദ്യൻ്റെ ടോക്ക് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഭയങ്കര ഇച്ഛാഭംഗം വന്നിരുന്നു.
വൈദികരുടെ പോലും ഗതികേട് ഇതാണല്ല എന്ന് ഓർത്തിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം പറയണത്, ഇദ്ദേഹം കേരളത്തിൽ സ്വാധീനിക്കുന്ന ഒരു ധ്യാനഗുരുവാണ്, കരിസ്മാറ്റിക് ധ്യാനഗുരുവല്ല. അപ്പം അദ്ദേഹം പറയണത്, എനിക്ക് ഈ കരിസ്മാറ്റിക് മേഖലയോട് ഞാനൊരു റെസ്പെക്റ്റബിൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന ആളാണെന്ന്. കരിസ്മാറ്റിക് മേഖലയോട് ഞാനൊരു ബഹുമാനപൂർവമായ ഒരു അകലം കീപ്പ് ചെയ്യുന്ന ആളാണ്. അത് അദ്ദേഹം നല്ല ഭംഗിയുള്ള ഭാഷ ഉപയോഗിക്കുന്ന ആളാണ്. എന്നിട്ട് അതിന് കാരണം പറയണത്, ഈ രോഗസൗഖ്യത്തിൻ്റെ മേഖലയാണ് അങ്ങേർക്ക് ഡൗട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, ഈ രോഗസൗഖ്യത്തിൻ്റെ മേഖലയിൽ ഒരു ഓട്ടിസം രോഗിയെ കൊണ്ടുവന്ന് സുഖപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ചരിത്രമുണ്ടോ? അതാണ് ഇവിടെ ചോദിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിക്കണ ചോദ്യം മനസ്സിലായില്ലേ? ഈ രോഗസൗഖ്യത്തിൻ്റെ ഈ ക്ലെയിമിൽ ഇപ്പോൾ കുറേ അധികം ക്ലെയിംസ് വരുന്നുണ്ടല്ലോ. അപ്പം അതിൽ ഓട്ടിസം രോഗി അല്ലെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി രോഗികൾ സുഖപ്പെട്ട ഏതെങ്കിലും ചരിത്രമോ സാക്ഷ്യമോ ഉണ്ടോ എന്ന് ചോദിക്കും. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അതില്ലെങ്കിൽ മറ്റുള്ളതെല്ലാം കള്ളത്തരമാണെന്നാണ് അദ്ദേഹം ബ്രാൻഡ് ചെയ്യണത്. വളരെ തന്ത്രപൂർവ്വമാണ് അത് ആ സാധനം പ്ലേസ് ചെയ്തിരിക്കുന്നത്. അത് കേട്ട് സുഖിക്കുന്നവരുണ്ട്, ഒത്തിരി പേരുണ്ട്. അത് കേട്ട് അതാണ് സത്യമെന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ സാത്താൻ വളരെ തന്ത്രപരമായിട്ടാണ് സഭയിൽ തന്നെ നുഴഞ്ഞു കയറിയതിന് ശേഷം ഇങ്ങനെയുള്ള ആൾക്കാരെ ഉപയോഗിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സങ്കടം വരും ശരിക്കും പറഞ്ഞാൽ. അത് കഴിഞ്ഞപ്പോഴാണ് ജെയിനിയുടെ സാക്ഷ്യം വന്നത് ഇവിടെ. ഇത് ഞാൻ കേട്ട് ഇതിനൊരു മറുപടി കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജെയിനി വന്ന് സാക്ഷ്യം പറയണത്. അപ്പോൾ ജെയിനി ഒരു യാക്കോബി ലേഡിയാണ്, പക്ഷേ നല്ല പാരമ്പര്യമുള്ള ചൈതന്യമുള്ള വിശ്വാസിയാണ്. അത് അവർ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഒരുവിധം ദൈവമായിട്ട് റിലേഷൻസ് ഉള്ള ആളാണ്. അപ്പോൾ എങ്കിലും ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം അവർ പറയണത്, എനിക്കിത് അവരുടെ മകന് ഹൈപ്പർ ആക്ടിവിറ്റിയാണ്. ഹൈപ്പർ ആക്ടിവിറ്റി നിങ്ങൾക്ക് അറിയാമല്ലോ, ഓട്ടിസം പോലെയുള്ള തന്നെ സംഭവം. ഏതെങ്കിലും സ്കൂളിലൊക്കെ പോവുകയാണെങ്കിൽ അവൻ ഓടി നടക്കും, അവിടെ ഇവിടെയൊക്കെ കയറി നടക്കും, പിന്നെ പിള്ളേരെ ഉപദ്രവിക്കും. എപ്പോഴും അവർ സ്പെഷ്യൽ സ്കൂളിലേക്ക് അവനെ കൊണ്ടുപോകേണ്ടി വരും, എപ്പോഴും കംപ്ലൈൻറ്റ് വരും. നമുക്ക് തന്നെ ഇപ്പോൾ തന്നെ പിള്ളേരുടെ അവരെ കണ്ടിട്ടില്ലേ, അവിടെ നിൽക്കത്തില്ല, അവർ ഓടി നടക്കും. അവർക്ക് എന്താണ് ചെയ്യണമെന്ന് അവർക്കൊരു പിടിയും കിട്ടത്തില്ല. അത് ഭയങ്കര സങ്കടകരമായ ഒരു ഓട്ടിസം രോഗി ഉണ്ടെങ്കിൽ ഒരു മാതാപിതാക്കന്മാർക്ക് പെട്ടെന്ന് വിശുദ്ധരാകാൻ പറ്റും. എനിക്കങ്ങനെയാണ് മനസ്സിലായത്. ഒരു ഓട്ടിസം രോഗി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ആ മാതാപിതാക്കന്മാർക്ക് അല്പം ശ്രദ്ധിച്ചാൽ, ഇപ്പം ഇന്ന് 7-ാം തീയതി, ഇത് റെക്കോർഡ് ചെയ്യുന്ന ദിവസം 7-ാം തീയതി, ഇന്ന് കാർലോ അക്വിറ്റസിനെ പരിശുദ്ധ പിതാവ് ദിവ്യകാരുണ്യ മധ്യസ്ഥനായിട്ട് ഇന്ന് വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്ന ദിവസമാണ്. ഒന്ന് കൈയടിച്ച് അക്വിറ്റസിൻ്റെ 15 വയസ്സേ ഉള്ള ആളിനെ, 15 വയസ്സേ ഉള്ളു. മിലാനാണ് അദ്ദേഹം ജനിച്ചത്. അപ്പം ആ 15 വയസ്സുള്ള സമയത്ത് തന്നെ ആളിനെ നല്ല ആദ്യമേ തന്നെ ദിവ്യകാരുണ്യത്തോട് ഭയങ്കര ആഭിമുഖ്യമാണ്, ദിവ്യകാരുണ്യത്തോട്. അപ്പം നമ്മൾ ഈ ദിവ്യകാരുണ്യത്തോട് പലതരത്തിലുള്ള ബന്ധങ്ങൾ നമുക്ക് സാധ്യമാണ്. വളരെ ഒരു ഫ്രണ്ട്ലി റിലേഷൻസ് സാധ്യമാണ്. പിന്നെ ഒരു അദമ്യമായ അഭിഷേക ദൈവോന്മുഖ മിസ്റ്റേരിയം ട്രാൻഷൻ എന്ന് പറഞ്ഞ ദൈവത്തിനടുത്ത ഭയം തോന്നിപ്പിക്കുന്ന റിലേഷൻസ് നമുക്ക് സാധ്യമാണ്. അതുപോലെ തന്നെ വളരെ അഭിഷേകസിദ്ധമായിട്ടൊരു ആരാധനാപൂർവമായ സാക്ഷ്യവും ഒരു ലവ് ദൈവസ്നേഹത്തിൻ്റെ തന്നെ ഏറ്റവും സ്പർശ്യമായ ഒരു മൗന മനന ധ്യാനത്തിനും കണ്ടംപ്ലേഷനും ഒക്കെ ദിവ്യകാരുണ്യം വല്ലാത്ത സാധ്യതകളാണ് ആരാധന ലോകത്തുണ്ടാക്കിയത്. അപ്പോൾ അക്വിറ്റസിന് ഈ ആരാധനയോട് ഭയങ്കര കമ്പമാണ് ദിവ്യകാരുണ്യം. അക്വിറ്റസിൻ്റെ ഹോബി എന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, തന്നെത്താൻ ഉണ്ടാക്കിയതാണ്. കമ്പ്യൂട്ടർ വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അക്വിറ്റസിനെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞെന്താണെന്നറിയാമോ? നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ വിശുദ്ധനാണെന്നാണ്. കൈയടിക്കണേ. ഒരു കാലം ചേഞ്ച് ചെയ്തപ്പോൾ നമുക്ക് നല്ല വിശുദ്ധന്മാരെ കൂടി കിട്ടുകയാണ്.
ആ കാലത്തിന് പറ്റിയ വിശുദ്ധന്മാരെ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ എന്താണ് വിഷയം വെച്ചാൽ അഗസ്റ്റിൻ എപ്പോഴും ദിവ്യകാരുണ്യത്തെക്കുറിച്ച് തന്നെ ചിന്തിക്കും, എപ്പോഴും ആലോചിക്കും. എന്നിട്ട് ദിവ്യകാരുണ്യത്തിൽ നടന്നിട്ടുള്ള അത്ഭുതങ്ങളെല്ലാം കളക്ട് ചെയ്യും. ലോകത്തെവിടെയെല്ലാം 100, 104, 128 അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ. ദിവ്യകാരുണ്യം ബ്ലഡായിട്ട് മാറണതും ദിവ്യകാരുണ്യം മാംസമായിട്ട് മാറണതും അങ്ങനെ ഓരോരോ കാലത്ത് ഞാൻ തന്നെയും എനിക്ക് ഇവിടെ 2-3 ദിവ്യകാരുണ്യ അനുഭവങ്ങളുണ്ടായി. അതായത് ഞാനൊരു വാടക്കേ പള്ളിയിലിരിക്കുന്ന കാലത്ത് അത് 2003 കാലഘട്ടമാണ്. അപ്പോൾ നമ്മൾ കൃപാസന ധ്യാനത്തിൽ എപ്പോഴും ദിവ്യകാരുണ്യം ഉണ്ടാകുമല്ലോ, എനിക്കറിയാമല്ലോ. ദിവ്യകാരുണ്യം ഇല്ലാത്തൊരു ആരാധനയും ഉണ്ടാകത്തില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ അവിടെ ഒരു ചേടത്തി ഞാനൊരു സ്ഥലത്ത് ഒരു കുരിശ് പേരെ വെഞ്ചരിക്കാൻ പോയി. ലതീഞ്ഞ നടത്താൻ പോയി. ലിറ്റനി ഇല്ലേ, നമ്മൾ കൊന്തയിൽ പ്രാർത്ഥിക്കുന്ന ലിറ്റനി, ലിറ്ററജിക്കൽ രൂപമാണത്. അത് പാടി പ്രാർത്ഥിച്ച് ധൂപിച്ച് പ്രത്യേക പ്രാർത്ഥനയിൽ നമ്മുടെ ജവമാരുടെ ഭാഗമായിട്ട് ആൾക്കാർ ആഘോഷമായിട്ട് നടത്തുന്ന ശുശ്രൂഷയാണ്. അപ്പോൾ ഞാൻ ലിറ്റനി നടത്താൻ വേണ്ടി ചെന്നപ്പോൾ അപ്പോൾ രണ്ട് സഹോദരികൾ വന്ന് എന്നെ കണ്ടച്ഛൻ പറഞ്ഞ് ലിറ്റനി കഴിഞ്ഞു. ഇപ്പം ഞാൻ ഇങ്ങനെ പോരാൻ വേണ്ടി പള്ളിയിലോട്ട് പോരാൻ വേണ്ടി നിൽക്കുമ്പോൾ 2 സഹോദരി വന്നച്ഛൻ പറഞ്ഞു, അച്ഛാ അച്ഛൻ്റെ അമ്മ കിടപ്പായിപ്പോയി, അച്ഛൻ അറിഞ്ഞാന്ന് ചോദിച്ച്. അച്ഛൻ്റെ അമ്മ കിടപ്പായിപ്പോയി, അച്ഛൻ അറിഞ്ഞാന്ന് ചോദിച്ച്. അപ്പോൾ എനിക്കാണെങ്കിൽ ആരെയാണ് ഉദ്ദേശിക്കണമെന്ന് പിടിയില്ല. ഞാനെല്ലാം അമ്മച്ചിന്നാണ് എല്ലാവരെയും വിളിക്കണത്, പ്രായമുള്ളവരെല്ലാവരെയും. അപ്പോൾ ആരെയും ഉദ്ദേശിക്കണമെന്ന്. അപ്പോൾ ഞാനത് അവരെ ഞാൻ അറിയത്തില്ലെന്ന് പറയണത് അവർക്കൊരു ക്ഷീണമല്ലേ. അതുകൊണ്ട് ഞാൻ മിണ്ടാതെ അവരുടെ കൂടെ പോയി. അവിടെ വീട്ടിലോട്ട് പോയപ്പോഴുണ്ടല്ലോ ഒരു വലിയ, അതായത് ഞാൻ എപ്പോഴും കുർബാന കഴിഞ്ഞിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമുണ്ട്. എല്ലാ കുർബാനയും കഴിഞ്ഞിട്ട് കുർബാന കഴിയുമ്പോൾ നന്ദി പ്രകാശിപ്പിക്കാൻ വേണ്ടി ഇരിക്കണ ഒരു ചെയർ അവിടെ ഉണ്ട്, ഒരു തൂണുണ്ട് ആൾത്താരുടെ വാതിക്കൽ. ആൾത്താരുടെ വാതിക്കലുള്ള തൂണിൻ്റെ അടുത്ത് ഒരു കസേര ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കിരിക്കാൻ വേണ്ടി അവിടെ. അപ്പോൾ ഞാൻ കുർബാന കഴിയുമ്പോൾ അവിടെ പോയി ഇരിക്കും. അപ്പോൾ ഈ അമ്മച്ചി അവിടെ ഉണ്ടാവും. അപ്പോൾ അമ്മച്ചി അമ്മച്ചിയെ കസേരയുടെ അരിയിലാണ് മുട്ടുകുത്തുന്നത്. അപ്പോൾ ഞാൻ അവിടെ പോയി ഇരിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന കഴിയുമ്പോൾ ഞാൻ അമ്മച്ചിയോട് വല്ല കുശലമൊക്കെ ചോദിക്കും, വീട്ടിലെ വിശേഷമൊക്കെ ചോദിക്കും. അപ്പോൾ അമ്മച്ചി എന്നെ മകനായിട്ടാണ് കണ്ടിരിക്കുക, വീട്ടിൽ കൊണ്ട് അവതരിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. പക്ഷെ ആൾ പെട്ടെന്ന് പ്രഷറടിച്ച് വീണുപോയി. ആളെ 10-70 വയസ്സുണ്ടേ. നടന്ന് കുർബാനയ്ക്ക് വേണ്ടി എല്ലാ ദിവസവും വരും. കുർബാനയ്ക്ക് വേണ്ടി എല്ലാ ദിവസവും ഞാൻ 5:30 പള്ളി ചെല്ലുമ്പോൾ ഇവരുണ്ടാവും അവിടെ. അതേത് മഴയായാലും ശരി, എന്ത് മഞ്ഞായാലും ശരി, 5:30 ഞാൻ പള്ളി ചെല്ലുമ്പോൾ ഇവരുണ്ടാവും അവിടെ. അവർ ഒറ്റക്കാണെങ്കിലും വീട്ടിൽ നിന്ന് കുറച്ച് അവിടെ വീട്ടിൽ നിന്ന് പള്ളിയിലോട്ട് നടന്ന് പോരണേ കുറേ പോരണമേ. പട്ടിക്കൊക്കെ പിടിക്കും മിക്കവാറും ഉച്ചയ്ക്ക് വെളുപ്പിനൊക്കെ ആണെങ്കിൽ. എങ്കിലും അവർ ആ സമയത്തുണ്ടാവും. അപ്പോഴും എനിക്കത് ഭയങ്കര വിഷമമായി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അറിഞ്ഞില്ല ഇവരെ ഈ ദിവസം കാണാത്തൊന്നും ഞാൻ പല തിരക്കിപ്പെട്ടത് കാരണം അവർ വന്നോ പോയോ ഒന്നും ഞാൻ അറിയണില്ലല്ലോ. ആളെ കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. അപ്പം ഞാൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉടനെ പറഞ്ഞ് കുർബാന കൊടുക്കാൻ പറ്റുമോ അച്ഛന്ന് അവർ പിള്ളേർ ചോദിച്ചു. മരുമക്കളാണ്. അപ്പോൾ കുർബാന കൊടുക്കാൻ പറ്റാന്ന് വെച്ചാൽ അവർക്ക് ആളിന് വലിയ ബോധമില്ല. വലിയ ബോധമേ ഇല്ല. അതാണ് കാര്യം. പ്രഷർ അടിച്ചിട്ട് ഈ ഭക്ഷണമൊക്കെ ട്യൂബിലൂടെയാണ് കൊടുക്കണതേ. അപ്പോൾ ആളിന് ബോധമേ ഇല്ല. പക്ഷേ എനിക്ക് ഭയങ്കര സങ്കടം. എന്താ കാര്യം വെച്ചാൽ ഇവർ ഇങ്ങനെ മരിച്ചു പോവുകയാണെങ്കിൽ ഇത്രയും കുർബാനയെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ജീവിച്ചിട്ട് അവസാനം കുർബാന സ്വീകരിക്കാതെ മരിക്കേണ്ട അവസ്ഥ വന്നാലും അതും ഒരു ലോജിക്കല്ല. അപ്പം ഞാൻ പറഞ്ഞു, എന്തായാലും ശരി, ഇവർക്കല്ലേ ബോധമില്ലാതുള്ളൂ, ഈശോയ്ക്ക് ബോധമുണ്ടല്ല. ഞാൻ അങ്ങനെ ചിന്തിച്ചത്, പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചത്. അപ്പം ഞാൻ ചെന്ന് മഠത്തിൽ പോയി കുർബാന എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ കുർബാന ഒന്നും നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല, കുർബാന ഇറങ്ങത്തില്ല. അപ്പം അതുകൊണ്ട് ഞാനീ നഖത്തോളം ഉള്ള വീതിയിൽ തരിയിലാണ് കുർബാന എടുത്തത്. ഇത്തിരി ചെറിയ, അത് വളരെ ഒരു ചെറിയ ചെറിയ ഒരു കഷ്ണം, കണ്ണിന് പിടിക്കാവുന്ന രീതിയിലുള്ള ഒരു കഷ്ണം എടുത്ത് കൊണ്ടുവന്നു. കാര്യം ഈ ട്യൂബിലൂടെ, വായിലൂടെ ബോധമില്ലാത്ത ആളിൻ്റെ വായിൽ
ഇതുകൊണ്ട് വെച്ചാൽ അവർ ഇറക്കത്തില്ല. ഇറക്കണം ഇവിടെ എല്ലാം ഇങ്ങനെ മരവിച്ചിരിക്കുക, ഇറക്കത്തില്ല. അപ്പം എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ കുർബാന എല്ലാ പ്രാർത്ഥനകളും മുട്ടതെന്ന് വൃത്തിയായിട്ട് ചെല്ലിയതിന് ശേഷം ഒരു ടീസ്പൂൺ എടുത്തിട്ട് അതിൽ ചൂടുവെള്ളം ആറ്റിയെടുത്ത് അല്പം, എന്നിട്ട് ഈ തരിയുള്ള കുർബാന പ്രാർത്ഥിച്ച് അതിൽ അരച്ച് അതിൽ കലക്കി ആ വെള്ളത്തിൽ. എന്നിട്ട് ഈ വെള്ളമാണ് ഞാൻ ഇവർക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്തിനാണ്? നിത്യശാന്തി പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നതാണ് ഇവർക്ക്. കാര്യം ഇവർ കുർബാനയ്ക്ക് വേണ്ടി അത്രയും ഈശോയുമായിട്ട് ബന്ധമുണ്ടായിരുന്ന ആളാണ്. കുർബാന സ്വീകരിക്കാതെ ഇവർ പിരിഞ്ഞു പോകുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സങ്കടമുണ്ട്. അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാൻ ഈ കുർബാന ഇവർക്ക് കൊടുക്കുന്നത്. ഞാൻ കുർബാന കൊടുത്തിട്ട് പോന്ന് ഈ ആത്മാവിനെ ഈശോയ്ക്ക് ഏൽപ്പിച്ച് പോന്ന് ഒരു 4 ദിവസം കഴിഞ്ഞപ്പോഴുണ്ട് ഈ ചേടത്തി വന്ന് അൽത്താരയിൽ നിൽക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് കുർബാന എന്ന് പറയുമ്പോൾ. അതാണ് കുർബാന. നമുക്കൊന്നും വിധി കൽപ്പിക്കാൻ പറ്റത്തില്ല. അനന്തമായ സാധ്യതയാണ് കുർബാന എന്ന് പറയണത് നമ്മുടെ മുമ്പിൽ. ഒന്ന് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ.